സോ സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ പ്രിവ്യൂ അല്ലെങ്കിൽ എൽ ക്ലാസിക്കോ പ്രിവ്യൂ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബാഴ്സലോണ പ്രിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോനെ വിളിക്കാം. സോ തീ പാറും കിങ്സ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ എന്നുള്ള കാര്യം കൺഫേമാണ്. ജിദ്ദയിൽ തീ പാറും കൺഫേമാണ്. കാരണം ദിസ് ഈസ് എൽ ക്ലാസിക്കോ. നോർമൽ ലീഗ് മാച്ചസ് വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ഓഡിയൻസാണ്, അത്യാവശ്യം നല്ല പോലെ വീറും വാശിയും വരാറുണ്ട് ഈ ഒരു എൽ ക്ലാസിക്കോ മാച്ചസിന്. ഹിസ്റ്ററികളാണ് ഈ ഒരു മാച്ച് നടന്നതിൽ. ഓക്കെ, ഒരു ടീം. പക്ഷേ കഴിഞ്ഞ സീസണ് കംപ്ലീറ്റ് ഒരു ബാഴ്സലോണ ഡോമിനൻസ് ആയിരുന്നു. അതിന് മുമ്പത്തെ സീസൺ കംപ്ലീറ്റ് ഒരു റയൽ മാഡ്രിഡ് ഡോമിനൻസ് ആയിരുന്നു. രണ്ടും മിക്സ് ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ട് കുറച്ച് കാലമായി. ഇത് ഈ സീസണിൽ കാണണം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് എൽ ക്ലാസിക്കോ മാച്ച് 2-1 എന്നുള്ളൊരു സ്കോറിന് ബെർണാബിയിൽ റയൽ മാഡ്രിഡ് വിജയിച്ചേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു എൽ ക്ലാസിക്കോ ഇനി ആര് വിജയിക്കും? ലാസ്റ്റ് സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഫൈനൽ എൽ ക്ലാസിക്കോ മാച്ച് വന്ന സമയത്ത് 5-2 എന്നുള്ളൊരു സ്കോറിന് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടുകയായിരുന്നു ബാഴ്സലോണയ്ക്കെതിരെ. ബാഴ്സലോണ ലിറ്ററലി ഹ്യൂമിലേറ്റ് ചെയ്ത് വിട്ടുകയായിരുന്നു റയൽ മാഡ്രിഡിനെ. അതിൻ്റെ ഒരു റിവെഞ്ച് വീട്ടാനുണ്ട് ആക്ച്വലി റയൽ മാഡ്രിഡിന്. പക്ഷേ ബാഴ്സലോണ ഈസ് നോട്ട് എ സ്മോൾ ടീം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാമല്ലോ, ടു ബി ഫ്രാങ്ക്, റയൽ മാഡ്രിഡ് ആണോ ബാഴ്സലോണയാണോ ഇപ്പോൾ കറൻ്റ്ലി നല്ല ടീമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ ദാറ്റ് ബാഴ്സലോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2026 നിങ്ങൾ കാണാൻ പോകുന്നത് വേറൊരു ബാഴ്സലോണയാണ് എന്ന് ഹാൻസി ഫ്ലിക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അത് നമുക്ക് ഗ്രൗണ്ടിൽ കാണാനും പറ്റി. എസ്പാനിയോളിനെതിരെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിലും അവരുടെ ഗോൾ കീപ്പർ യോവാൻ ഗാർസിയ, 2026 ഫസ്റ്റ് മാച്ച് ആ ചങ്ങായി അവൻ്റെ പഴയ സ്റ്റേഡിയത്തിൽ പോയി, അതായത് അവൻ്റെ 16 വയസ്സ് തൊട്ട് അവൻ വളർന്ന ടീമാണ് എസ്പാനിയോൾ. ആ ഒരു ടീമിനെതിരെ മാച്ച് വന്നു. അവിടുത്തെ കൂക്കുവിളിയൊന്നും, ആ കൂക്കുവിളിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാ ചങ്ങായി അന്ന് ഫുൾ ഓഫ് ചെയ്തൊരു പെർഫോമൻസ്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഇനി അത് വീണ്ടും ഞാൻ പറയുന്നില്ല. സോ ആ മാച്ചിലൊരു അവസാന 85ാമത്തെ മിനിറ്റ് വരെ ഗോൾ കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ 2 ഗോൾ സ്കോർ ചെയ്ത് മാച്ച് വിജയിച്ചു. പിന്നെ ബിൽബാവോക്കെതിരെ നമ്മൾ എന്താണ് കണ്ടതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഈ ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാനിയ സെമി ഫൈനൽ 5-0 എന്നുള്ളൊരു സ്കോറിന് മാച്ച് വിജയിക്കുന്നു. 4 ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇടുന്നു. പക്ഷേ ബിൽബാവോ, ബാഴ്സലോണ, റയൽ മാഡ്രിഡ് ഇതുപോലത്തെ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരയല്ല കേട്ടോ. അവന്മാർ ഇപ്പോൾ ലാലിഗയിൽ 8ാം സ്ഥാനത്താണ്. സംഭവം ശരിയാണ്. മറ്റേ വാൽവർദെയാണ്, എർനെസ്റ്റോ വാൽവർദെയാണ് അവരുടെ കോച്ച്. നിക്കോ വില്യംസ് അവിടെ ഒരു പ്ലെയർ ആയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ലീഗിലും വലിയ മെച്ചമൊന്നും ഇല്ലാത്തൊരു ടീമാണ് ബിൽബാവോ എന്ന് പറയുന്നത്. സോ അവരായിട്ടുള്ളൊരു പരാജയം ഒരു ബിഗ് മാച്ച് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാഴ്സലോണ അപ്പോൾ ഹാൻസി ഫ്ലിക്ക് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിഗ് ടെസ്റ്റ്, ഈ ഒരു ഇയറിലെ ബിഗ് ടെസ്റ്റ്, ഫസ്റ്റ് ബിഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതും ഡയറക്റ്റ്ലി ഗോസ് ടു ദ എൽ ക്ലാസിക്കോ. ഹാൻസി ഫ്ലിക്കിന് വേറൊരു കോമഡി ഉണ്ട്. ആ ചങ്ങായി ഫൈനലിൽ കളിച്ചു ഒന്നും തോറ്റിട്ടില്ല ഇതുവരെ. അവൻ ഏതൊക്കെ ടീമുമായിട്ട് മാനേജറായി പോയി ഫൈനൽ കളിച്ചു, ആ മാച്ചസൊക്കെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സാബി അലൻസോക്ക് അത് മാറ്റാൻ പറ്റും. ഈ ഒരു സീസണിൽ ഒരു പ്രാവശ്യം ഹാൻസി ഫ്ലിക്കിന് സാബി അലൻസോയെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്ന ഒരു മാച്ച് ഇതൊക്കെ തന്നെയായിരിക്കും റീസൺ. ലിറ്ററലി ഇതൊക്കെ തന്നെയായിരിക്കും റീസൺ. ഓക്കെ, റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് മറ്റേ മല്ലു ട്രാവലിൻ്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, ഞാനും ഷമീറും റൈഡിങ് ഗിയർസൊക്കെ ഇട്ടിട്ട് നേരെ നാട്ടിലേക്ക് പോരുകയാണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് ക്യാൻസൽ ആക്കി എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ എംബാപ്പയ്ക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. എംബാപ്പ ഇഞ്ചുറി മാറ്റി എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയാണ്. റൈഡിങ് ഗിയർസ് ഇട്ട് അണ്ണൻ ജിദ്ദയ്ക്ക് എത്തിയിട്ടുണ്ട്. അണ്ണൻ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് രാജമോന്. സോ അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് സെറ്റ് ബാക്കാണ് എംബാപ്പെ വരിക എന്ന് പറയുന്നത്. ഗോൾ സ്കോറിങ് മെഷീനാണ്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു റയൽ മാഡ്രിഡ് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയോട് ചോദിച്ചപ്പോൾ എംബാപ്പെ വേണം, എംബാപ്പെ മാത്രമാണ് ഗോൾ സ്കോർ ചെയ്യുന്നത്, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. കാരണം വേറെ ഒന്നല്ല, ഇപ്പോൾ 2 മാച്ച് കഴിഞ്ഞു. വിനി ഓഫ് ദ ബോൾ കുറേ വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഗോൾ വരുന്നില്ല വിനിയുടെ കയ്യിൽ നിന്നും. ലാസ്റ്റ് 2 മാച്ച് നമ്മൾ കണ്ടു, വിനീനെ കൊണ്ട് പറ്റുന്നില്ല ഇപ്പോൾ 2 മാച്ച്, കാരണം കുറച്ച് ഔട്ട് ഓഫ് ഫോമാണ് വിനി. സോ എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി നമുക്ക് വേണ്ടത് ഗോളാണ്. ഓക്കെ, അത് വിനി കൊണ്ടുവരുന്നില്ല. സോ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ബിഗ് മാച്ചസ് വരുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഓക്കെ, എനിക്കിപ്പോൾ എംബാപ്പെ ഇല്ലെങ്കിലും റയൽ മാഡ്രിഡ് വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ബാഴ്സലോണ ഈസ് നോട്ട് എ സ്മോൾ ടീം. ഓക്കെ, അവന്മാർക്ക് എംബാപ്പെ ഇല്ലെങ്കിലും ഫൈറ്റ് ചെയ്യാൻ പറ്റും റയൽ മാഡ്രിഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എംബാപ്പെ ഉള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ ഓവറായിട്ട് എംബാപ്പയിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആവരുത് ഒരു ഫൈനൽ പോലത്തെ ഒരു മാച്ചിലൊക്കെ. ഓക്കെ, അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയിക്കാം, അല്ലെങ്കിൽ പണി പാളും എന്ന് തന്നെയാണ് ഞാൻ. സാബി അലൻസോ ആ ഒരു ടാക്ടിക്സ് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ മൂഞ്ചാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ, ആ ഒരു ഈ സീസണിൽ ഇതിന് മുമ്പ് വരെ കണ്ടുപോയ ഒരു എംബാപ്പയ്ക്ക് മാത്രം പാസ് കൊടുക്കുക, എംബാപ്പയ്ക്ക് മാത്രം ഇത് കൊടുക്കുക, അങ്ങനത്തെ ടാക്ടിക്സ് ആണെന്നുണ്ടെങ്കിൽ മുഞ്ചി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് സെമി ഫൈനലിൽ പിന്നെ അതുപോലെ റയൽ ബെറ്റിസിനെതിരെയൊക്കെ നമ്മൾ കണ്ട റയൽ മാഡ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പെ ഇല്ലാതെ 5-1 സ്കോറിനൊക്കെ വിജയിച്ചു. അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ്.
സംഭവം എന്താ പറയുക, ലാസ്റ്റ് സീസണിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എംബാപ്പെ മാത്രം ഗോൾ സ്കോർ ചെയ്യുന്ന സമയത്ത് എംബാപ്പെ ഇല്ലാതെ 5 ഗോളിനൊക്കെ സ്കോർ ചെയ്ത് ഫാബ്രിക്ക പ്രൊഡക്ട്സ് ഒക്കെ ഗോൾ സ്കോർ ചെയ്ത് അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് വളരെ നല്ലൊരു കാര്യമാണ്. 5-1 സ്കോറിന് ബെർണാബിയിൽ വിജയിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡ്, സൂപ്പർ കോപ്പ ഡി എസ്പാനിയ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 2-1 സ്കോറിന് വിജയിക്കുന്നു. അതും വാൽവർദേക്ക് ഒരു വണ്ടർ ഗോൾ അടിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം വാൽവർദേക്ക് ഒരു കിടിലം പവർഫുൾ ആ സാധനം കിടിലം ഗോളൊക്കെ സ്കോർ ചെയ്ത് ഫ്രീ കിക്കൊക്കെ സ്കോർ ചെയ്ത് റോഡ്രിഗോ തിരിച്ച് ഫോമായി കഴിഞ്ഞ ഏതൊക്കെ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തു ആ മാച്ചിലൊക്കെ ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്ത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നിട്ട് റോഡ്രിഗോയും വിനി മാത്രമാണ് ഒരു അറ്റാക്കിൽ ഔട്ട് ഓഫ് ഫോമായി നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അറ്റാക്കിൽ അടിപൊളിയാണ്. പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ റൂഡിഗറും റൗൾ അസൻസിയും ഫോമായിടേ, അത് വലിയൊരു കാര്യമാണ്. ഡിഫൻസ് ഇപ്പോൾ കഴിഞ്ഞ സീസൺ ഈ സീസണായിട്ട് റയൽ മാഡ്രിഡിൻ്റെ അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. അത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റേ അസൻസിയും റൂഡിഗറും ഫോമായിടേ ആ മാച്ച് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ബാഴ്സലോണയും ഡിഫെൻസീവ്ലി അത്ര നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമൊന്നും അല്ല. ഓക്കെ, അവർക്കിപ്പോൾ ആവോ കൺസാരോ വരാനുണ്ട്, അത് ഓൾമോസ്റ്റ് സെറ്റാണ്. 4 മില്യൺ ലോൺ മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി വരാനുള്ളൂ ആ ചങ്ങായി. ഏതൊക്കെയോ അടുത്ത വീക്കോ ട്രെയിനിങ്ങിന് ആ ചങ്ങായി വരും. ഓക്കെ, കൺഫേം ആണ്. അൽ ഹിലാലിൻ്റെ കോൺട്രാക്ട് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരും, അത് കൺഫേം ആയിട്ടുണ്ട്. ഹൻസി ഫ്ലിക്ക് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, അവർക്കൊരു ഡിഫൻഡറെ വേണം, അത് കൊണ്ടുവരും ചെയ്യും. ഓക്കെ, പക്ഷേ എന്നാലും ഈ ഒരു മാച്ചിന് അവകാശം ഇല്ലല്ലോ. കുബാർസി പിന്നെ അതുപോലെ എറിക് ഗാർസിയ ആയിരിക്കും മിക്കവാറും സെൻട്രൽ CB ആയിട്ടുണ്ടാവുക. റൈറ്റിൽ കൂണ്ട്, ലെഫ്റ്റിൽ ബാൾഡെ തന്നെ ആയിരിക്കും. ഫ്രങ്കി ഡിയോങ് പെഡ്രി കോമ്പിനേഷൻ ആയിരിക്കും മിക്കവാറും മിഡ്ഫീൽഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു ഡിസ്ട്രക്റ്റീവ് കോംബോ ആണ്, അത് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. ലാസ്റ്റ് എൽ ക്ലാസിക്കോയിൽ നമ്മൾ കമവിംഗനെ യൂസ് ചെയ്തിട്ടാണ് സാബി അലൻസോ ആ ഒരു മിഡ്ഫീൽഡിനെ പൊളിച്ചത്, അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. മിക്കവാറും ആ ഒരു നമ്പർ 10 റോളിൽ ഫെർമിൻ ലോപ്പസും റൈറ്റിൽ ലമീൻ യമാലും ലെഫ്റ്റിൽ റഫീനിയും സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസും. ഇതാണ് ബാഴ്സലോണയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫെറാൻ ടോറസ് അല്ലെങ്കിൽ ലെവൻഡോസ്കി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫെറാൻ ടോറസിനെ ഇറക്കാനാണ് ചാൻസ്. ലെവൻഡോസ്കിനെ സബ്ബായിട്ട് ഇറക്കാനായിരിക്കും പ്ലാൻ മിക്കവാറും. ലമീൻ യമാൽ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ടില്ല, അധികം എല്ലായിടത്തും പറയുന്നത് അനുസരിച്ച് ലമീൻ യമാൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. ഓക്കെ, കാരണം ലാസ്റ്റ് മാച്ചിൽ ഇല്ലായിരുന്നല്ലോ ലമീൻ യമാൽ, അവൻ ബെഞ്ചിലായിരുന്നു, പുള്ളി ബെഞ്ചിലായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു മാച്ചിൽ ഇറക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നെ ലമീൻ യമാൽ ഇതുവരെ സ്റ്റോറി ഇട്ടിട്ടില്ല. ഓക്കെ, അത് ബാഴ്സലോണ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോക്കിയിരിക്കുന്ന കാര്യം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എല്ലാവരും മറ്റേ വേർത്തിക്ക യമാലെപ്പം സ്റ്റോറി ഇടും. ഓക്കെ, അത് ഇട്ടിട്ടില്ല. ഓക്കെ, അതൊക്കെ അതിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഗോൾ കീപ്പറായിട്ട് ബാഴ്സലോണ ഗോൾ കീപ്പർ യോഹാൻ ഗാർസിയ ആയിരിക്കും കേട്ടോ, കൺഫേം. അതിലൊന്നും വേറെ വർത്താനമില്ല. റയൽ മാഡ്രിഡ് ഗോൾ കീപ്പർ ഓഫ് കോഴ്സ് തിബോ കോർട്ടുവ. എങ്ങനെ ആ ചങ്ങായി ഈ സീസണിൽ എടുത്ത മത്സരം അണ്ടർ റേറ്റഡ് പ്ലെയറാണ് റയൽ മാഡ്രിഡിൻ്റെ തിബോ കോർട്ടുവ എന്ന് പറയുന്നത്. ആ ചങ്ങായി എത്ര മാച്ചസാണ് സേവ് ചെയ്ത്, എത്ര മാച്ചസ് ഇപ്പോൾ ലിവർപൂളിനൊക്കെതിരെ ഓർമ്മയുണ്ട്. ഹ്യൂമിലിയേഷൻ നേരിട്ടേണ്ട മാച്ചാണ് അതൊക്കെ. പക്ഷേ അതിലൊക്കെ 1-0 സ്കോറിൽ ഒതുക്കിയത് തിബോ കോർട്ടുവ. അങ്ങനത്തെ കുറേ മാച്ചസ് ഉണ്ട്. ഓക്കെ, സിറ്റിക്കെതിരായാലും ലാസ്റ്റ് നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായാലും ആസ് യൂഷ്വൽ അദ്ദേഹം എല്ലാ മാച്ചിലും ഇപ്പോൾ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് പുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ദാറ്റ് ഈസ് തിബോ കോർട്ടുവ. സെൻറ്റർ ബാക്കായിട്ട് മിക്കവാറും റൂഡിഗറും റൗൾ അസൻസിയോ തന്നെ ആയിരിക്കും. ചിലപ്പോൾ റൂഡിഗറിന് ചെറിയൊരു ഇഞ്ചറി ഇഷ്യൂ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഹ്യൂസൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റൗൾ അസൻസിയോ. റൈറ്റ് ബാക്കായിട്ട് വാൽവർദ്ദേ തന്നെ ആയിരിക്കും. ഫ്രണ്ടും കാൻവാഹാലും ഇറക്കാൻ ചാൻസ് ഇല്ല, കാരണം ഫൈനലാണ്, ഇഞ്ചറി മാറി വരികയാണ് രണ്ടുപേരും. അപ്പോൾ വാൽവർദ്ദേ തന്നെ ആയിരിക്കും ഇറങ്ങാൻ ചാൻസ് ഉള്ളത്. ലെഫ്റ്റിൽ കരേരാസ്, അത് കൺഫേം ആണ്. മിഡ്ഫീൽഡർ സൈസ് കാമവിംഗയും ചെമനിയും തന്നെ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കാമവിംഗനെ രണ്ട് രീതിയിലും യൂസ് ചെയ്യാം. സോ ബാഴ്സലോണയുടെ മിഡ്ഫീൽഡിനെ പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 2 പേര് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് വേണം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ കാര്യം, ഡിഫൻഡേഴ്സിനെ നമ്പാൻ പറ്റില്ല. അപ്പോൾ ഒരു സപ്പോർട്ടിന് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ തന്നെ വെക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിക്കവാറും ആർദേ കൂടെ പുറത്തായിരിക്കും. ബെല്ലിംഗം സെൻറ്ററിലും, റൈറ്റിൽ റോഡ്രിഗോ, ലെഫ്റ്റിൽ വിനീഷ്യസ് ജൂനിയർ, സ്ട്രൈക്കറായിട്ട് എംബാപ്പേനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഗോൺസാലോ ഗാർസിയ ആയിരിക്കും, സെക്കൻഡ് ഹാഫിലായിരിക്കും ചിലപ്പോൾ എംബാപ്പേനെ ഇറക്കുക, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇറക്കിയേക്കാം. എംബാപ്പെ ഓൺ ദ വേ ആണെന്ന് സാബി അലൻസോ പറഞ്ഞത്. കാരണം റൈഡിങ് ഗീസ് ഇട്ട് ജിദ്ദയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്, എന്തായാലും ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എംബാപ്പെ വന്നു എന്നുള്ള കാര്യം കൺഫേം ആണ്. സോ ഇങ്ങനെയൊക്കെ ആയിരിക്കും ബാഴ്സലോണയുടെയും റയൽ മാഡ്രിഡിൻ്റെ സിറ്റുവേഷൻ. ആര് ജയിക്കുമെന്നുള്ള കാര്യം ഒന്നും പറയാൻ പറ്റില്ലടേ. ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഓഫ് കോഴ്സ് ബാഴ്സലോണയൊക്കെ തന്നെയാണ്. അവന്മാർ പൊളിയാണ്. റയൽ മാഡ്രിഡ് മോശമൊന്നുമല്ല, പക്ഷേ ദിസ് ഈസ് റയൽ മാഡ്രിഡ്. അവന്മാർ ബിഗ് ഗെയിംസ് വരുന്ന സമയത്ത് എന്താ കാണിച്ചു കൂട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് സീസൺ നമുക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റ് സീസൺ എന്തൊക്കെ പറഞ്ഞാലും ബാഴ്സലോണ ഈസ് എ ടോപ്പ് ടീം. മാൻസിഫ്ലിക്ക് വന്ന് കിഡ്രനാക്കി വെച്ച സീസണായിരുന്നു ലാസ്റ്റ് സീസണിൽ ബാഴ്സലോണ. റയൽ മാഡ്രിഡ് ആൻസലോട്ടി കാണുന്നുണ്ടെങ്കിൽ ഇഞ്ചുറിയോട് അവസാനം വേറെ ഏതോ ഒരു ഫാബ്രിക്കയിലെ പ്രൊഡക്റ്റിനൊക്കെ എടുത്ത് CB ആക്കേണ്ട അവസ്ഥയായിരുന്നു. ചെമിനിനെ CB ആക്കി നോക്കി പറ്റുന്നില്ലായിരുന്നു. അവസാനം അങ്ങനെയൊക്കെ നോക്കി അത്രയും മോശമായിരുന്നു ഡിഫൻസിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊപ്പ ഡെൽ റേ ഫൈനൽ നടന്ന നമുക്ക് ഓർമ്മയുണ്ട്. കട്ട മാച്ചായിരുന്നു.
എൽ ക്ലാസിക്കോ. അതും ലാസ്റ്റ് രണ്ട് ഹ്യൂമിലിയേഷൻ നടന്നിട്ട് സൂപ്പർ കോപ്പ ഡി എസ്പാനിയും ബെർണാബിയിലെ എൽ ക്ലാസിക്കോ ഹ്യൂമിലിയേഷൻ കഴിഞ്ഞ് പിന്നെ കോപ്പ ഡെൽ റേ നടന്ന സമയത്ത് കട്ട മാച്ചായിരുന്നു. അന്ന് ബാഴ്സലോണ ജസ്റ്റ് മിസ്സിന് ജയിച്ചതാണ്. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, ഗുരുൾസ് കൂണ്ടയുടെ ആ ഒരു ഗോളിൽ ജസ്റ്റ് മിസ്സിന് ജയിച്ചതാണ്. അതുപോലെ ആവാം. മറ്റേ റയൽ മാഡ്രിഡിനെ നമ്പാൻ പറ്റില്ല. അവന്മാർ ചിലപ്പോൾ ബിഗ് ഗെയിംസ് വരുന്ന സമയത്താണ് പെട്ടെന്ന് ഫോമായി പോകും. ഓക്കെ, അതും ഫോം ആകുമ്പോൾ എല്ലാവരും ഫോം ആവൂടെ, അതാണ് അവന്മാരുടെ ഒരു പ്രത്യേകത. ഇറ്റ്സ് ഡിഫറെൻറ്റ്. പക്ഷേ ബാഴ്സലോണ ഞാൻ പറഞ്ഞല്ലോ 2026 ഡിഫറെൻറ്റ് ബാഴ്സലോണ ഹാൻസി ഫ്ലിക്ക് കാണുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ബിഗ് ടെസ്റ്റ് ഇതാണ്. സാബി അലൻസോയെ സംബന്ധിച്ചിടത്തോളം ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഹാൻസി ഫ്ലിക്കിനെ കീഴ്പ്പെടുത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഹാൻസി ഫ്ലിക്ക് ടാക്ടിക്സും സാബി അലൻസോയുടെ ഒരു പ്രാഗ്മാറ്റിസം അതൊക്കെ മാറിയിരിക്കണം. ഇപ്പോൾ റയൽ മാഡ്രിഡിൽ അത് നടക്കുന്നില്ലെന്നാണ് പുള്ളിക്ക് മനസ്സിലായി. ഒരു വെറൈറ്റി ടൈപ്പ് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത സാബി അലൻസോയും തമ്മിലുള്ളൊരു പോരാട്ടമാണ്. ആര് ജയിക്കും എന്നൊന്നും അറിയില്ല. ആരായിരിക്കും വിജയിക്കുക വേണേൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. സോ താങ്ക് യു സോ മച്ച്.